ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസിലെ ഫ്രഞ്ചിന്റെ ലെസൺ 1 ആണ്. സോ ലെസന്റെ പേരാണ് ബോൺഷൂർ. സോ ലെസൺ ആ ബോൺഷൂർ. സോ ഈ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നോർമലി ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഹായ്, ഹലോ, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രഞ്ചിൽ നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ നമുക്ക് വിഷ് ചെയ്യാം, അവരോട് എങ്ങനെ നമുക്ക് അവരുടെ പേര് ചോദിക്കാം, എങ്ങനെ അവരോട് ഹൗ ആർ യു ചോദിക്കാം, ഇതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആണ് ഈ ഒരു പാഠത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലെസണിലൂടെ ഇവർ നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ബോൺഷൂർ എന്നാണ്. ഈ ബോൺഷൂർ എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ്. ആ ഗ്രീറ്റിംഗ്സിന്റെ മീനിങ് ആണ് ഹായ്, അല്ലെങ്കിൽ ഹലോ, അല്ലെങ്കിൽ എന്താ പറയാ ഗുഡ് മോർണിംഗ്, എന്തോ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രഞ്ചില് ഒരാളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയാളെ വിഷ് ചെയ്യേണ്ട ഒരു ടേം ആണ്, അല്ലെങ്കിൽ അയാളെ ഗ്രീറ്റ് ചെയ്യേണ്ട ഒരു ടേം ആണ് ബോൺജൂർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ബോൺജൂർ എന്ന് വായിക്കുന്നത് എന്നുള്ളത് അത് ഗ്രാമർ പാർട്ടാണ്. സോ അത് ഫ്രഞ്ചിന്റെ A1 അല്ലെങ്കിൽ A2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് ബോൺജൂർ ആണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് മീൻസ് ഹായ്, ഹലോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. ഇൻ ദ സെൻസ് ഓഫ് നമ്മൾ ഒരാളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ അയാളോട് മസ്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ വിഷ് ചെയ്യേണ്ട ഒരു ടേം ആണ് ബോൺഷൂർ എന്ന് പറയുന്ന ടേം. ഇവിടെ A-B എന്ന് പറയുന്ന അല്ലെങ്കിൽ A എന്ന് പറയുന്ന പാർട്ടില് മെയിൻ ആയിട്ട് ഇവരൊരു കോൺവെർസേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ദ സെൻസ് ഓഫ് ഇസബൽ ആൻഡ് ആൻ എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പാർട്ടാണ് ഈ സെക്ഷൻ എയിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതിലൂടെ മെയിൻ ആയിട്ട് ഇവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ ഒരാളോട് ഹായ് പറയാം, ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ നമ്മളോട് ഒരാളോട് ഹൗ ആർ യു എന്ന് ചോദിക്കാം, ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ A എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇസബൽ ആൻഡ് ആൻ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇസബൽ നമ്മൾ ഫ്രഞ്ചില് ആനിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആനിനോട് പറയാണ് സാല്യൂ ആൻ. ഓക്കെ, സാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺഷൂർ പോലെ തന്നെയാണ്. ഹായ് അല്ലെങ്കിൽ ഹലോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാല്യൂ എന്ന് പറയുന്നത്. ഈ സാല്യൂ നമ്മൾ മെയിൻ ആയിട്ട് ഫ്രഞ്ചിൽ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ സിറ്റുവേഷനിലാണ്. ഇൻഫോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫ്രഞ്ചിൽ ഫോർമൽ സിറ്റുവേഷൻ ഉണ്ട്, ഇൻഫോർമൽ സിറ്റുവേഷൻ ഉണ്ട്. ഫോർമൽ സിറ്റുവേഷൻ മീൻസ് നമുക്ക് നമ്മളെക്കാളും കുറച്ചുകൂടെ വലിയ ആൾക്കാർ, ലൈക്ക് ഇപ്പൊ നമ്മുടെ സബോർഡിനേറ്റ്സ്, കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബോസ്, നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, അവരെയൊക്കെ നമ്മൾ എങ്ങനെ വിഷ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഫോർമൽ സിറ്റുവേഷനിൽ വരുന്നത്. ഇൻഫോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ലൈക്ക് ഫ്രണ്ട്സ് ആവാം, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിഷ് ചെയ്യേണ്ട ടേമുകളും കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമൽ സിറ്റുവേഷനിൽ വരുന്നത്. സോ ഒബിയസ്ലി ഇസബൽ ആൻഡ് ആൻ എന്ന് പറയുന്ന രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കും. ഒബിയസ്ലി ഫ്രണ്ട്സ് ആണത്. സോ ഇസബല് ആനിനെ മീറ്റ് ചെയ്യുമ്പോൾ ആനിനോട് എന്ത് പറയുന്നു? സാല്യൂ എന്ന് പറയുന്നു. സാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺഷൂർ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് ഇൻഫോർമൽ രീതിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സാല്യൂ ആൻ, ദാറ്റ് മീൻസ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ്, ഹലോ ആൻ എന്ന് പറയുന്നു. അപ്പൊ തിരിച്ച് ഹലോ എന്ന് തന്നെ ആൻ റിപ്ലൈ ചെയ്യുന്നു, സാല്യൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഞാൻ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്നതാണ് സാവ. ഈ സാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ രീതിയിൽ ഹൗ ആർ യു എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് സാവ. സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്, വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ. ലൈക്ക് ഇറ്റ് ഗോസ്. നമ്മൾ ചോദിക്കില്ലേ എങ്ങനെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ നിങ്ങളെ മീറ്റ് ചെയ്യാണ്, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഹായ്, അപ്പൊ നമ്മൾ പറയും ഹായ്, ഹായ് എന്ന് തിരിച്ച് റിപ്ലൈ ചെയ്യും. അതെന്ത് ഞാൻ ചോദിക്കില്ല എങ്ങനെ പോകുന്നു, അപ്പൊ നമ്മൾ എന്ത് പറയും? സുഖമായി പോകുന്നു. ദാറ്റ് മീൻസ് എങ്ങനെ പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ? ഹൗ ആർ യു എന്നുള്ളൊരു ടേം ആണ്. സോ സവ മീൻ സാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്, വാ മീൻസ് ഗോ. സോ ഇറ്റ് ഗോസ് എന്ന് വെച്ചാൽ ലിറ്ററലി എന്റെ മീനിങ് എന്താണ്? ഹൗ ആർ യു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇസബൽ തിരിച്ചെന്ത് പറയുന്നു? വി. വി മീൻസ് യെസ്. യെസ് സവ ബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്, വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ, ബിയ മീൻസ് വെൽ. സോ ഇറ്റ് ഗോസ് വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഐ ആം ഫൈൻ എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, സോ ഇൻഫോർമൽ രീതിയിൽ ഹൗ ആർ യു എന്ന് ചോദിക്കാനുള്ള ഒരു മെത്തേഡ് ഏതാണ്? സാവ. സാവ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഐ ആം ഫൈൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാവ ബിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മെർസി. മെർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചിലെ വേറൊരു ഗ്രേറ്റിംഗ് ആണ്, അതാണ് താങ്ക് യു. ഓക്കെ, താങ്ക് യു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതാണ് മെർസി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എത്തുവ. എ മീൻസ് ആൻഡ്, തുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചോദിക്കൂലേ ആൻഡ് യു, നിങ്ങളോ? ഓക്കെ, സോ ഇൻഫോർമൽ രീതിയിൽ ആൻഡ് യു എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എത്തുവ. എത്തുവ മീൻസ് ആൻഡ് യു. സോ അപ്പൊ ആൻ തിരിച്ചെന്ത് പറയും? ത്രേ ബിയ. ത്രേ ബിയ. ബിയ എന്നുള്ളത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞാണ്. ബിയ മീൻസ് വെൽ, ത്രേ മീൻസ് വെരി. ത്രേ മീൻസ് വെരി. സോ വെരി വെൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ത്രേബിയ. സോ ഈ സെക്ഷൻ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഫോർമൽ രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെ ഹായ് ഹലോ എന്ന് ഫ്രഞ്ചിൽ പറയണം, എങ്ങനെ അവരോട് ഹൗ ആർ യു എന്ന് ചോദിക്കണം, എങ്ങനെ തിരിച്ച് ആൻസർ പറയണം എന്നുള്ള ഒരു കോൺവെർസേഷൻ കൺക്ലൂഷൻ ആണ് അല്ലെങ്കിൽ കോൺവെർസേഷന്റെ പാർട്ടാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വണ്ണില് ലൈക്ക് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം ഈവൻ ഫോർമൽ ആയിക്കോട്ടെ, ഫോർമൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇൻഫോർമൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി നമ്മൾ അയാളോട് എന്ത് ചോദിക്കണം? നമുക്ക് അറിയാത്ത ഒരാളാന്ന് വിചാരിക്കുന്നു, സെൻസ് ഓഫ് സ്ട്രേഞ്ചർ ആണെന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ചോദിക്കും? പേര് ചോദിക്കും. ഓക്കെ, സോ എങ്ങനെ ഒരാളോട് പേര് ചോദിക്കാം, ഒരാൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ തിരിച്ച് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ അവർ പറയുന്നത്. സോ ഇവിടെയും ഡാനിയൽ, കാതറിൻ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഡാനിയൽ പറയാണ് ബോൺഷൂർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോൺഷൂറിന്റെ മീനിങ് എന്താണ്? ഹായ്, ഹലോ, ഹൗ, ഗുഡ് മോർണിംഗ്. ദെൻ ഡാനിയൽ ചോദിക്കുവാണ് ത്യു താപ്പൽ കോമോ. ദാറ്റ് മീൻസ് ത്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു, ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ സെൽഫ്, ആപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ, കോമോ എന്ന് പറഞ്ഞു ആപ്പൽ മീൻസ് കോൾ, കോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ. ലൈക്ക് യു കോൾ യുവർ സെൽഫ് ഹൗ. ദാറ്റ് മീൻസ് ഹൗ ഡു യു കോൾ യുവർ സെൽഫ്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള സെൻസ് തന്നെ. നീ എങ്ങനെയാണ് നിന്നെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം ഇൻ ഫ്രഞ്ച്? കോമോ ത്യുത്താപ്പൽ, ഇല്ലെങ്കിൽ ത്യുത്താപ്പൽ കോമോ. ഏത് രീതിയിലും ചോദിക്കാം. ഇത് നേരെ തിരിച്ചിടാം, ലൈക്ക് കോമോ ത്യുത്താപ്പൽ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ത്യുത്താപ്പൽ കോമോ, എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ആണ്. സോ യു കോൾ യുവർ സെൽഫ് ഹൗ, അല്ലെങ്കിൽ ഹൗ ഡു യു കോൾ യുവർ സെൽഫ് എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഫോർമൽ രീതിയിൽ നെയിം ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ് ത്യുത്താപ്പൽ കോമോ എന്ന് പറയുന്നത്. സോ അതിന് ആൻസർ കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. Je m'appelle. Je means I. Me എന്ന് വെച്ച് കഴിഞ്ഞാൽ myself. Apple means call. Like I call myself Catherine. അല്ലെങ്കിൽ my name is Catherine എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് Je m'appelle Catherine. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം Je suis Daniel എന്ന് വെച്ച് കഴിഞ്ഞാൽ je suis എന്ന് പറഞ്ഞാൽ je means I, suis means am. Like I am Daniel. Okay, so je m'appelle Catherine അല്ലെങ്കിൽ je suis Daniel. ഈ കാതറിനും ഡാനിയലും പേരാണ്, അവിടെ നമ്മുടെ പേര് ആഡ് ചെയ്യണം. പക്ഷെ ഒരാൾ ത്യുത്താപ്പൽ കോമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ ആൻസർ ചെയ്യാം? je m'appelle നമ്മുടെ പേര്, അല്ലെങ്കിൽ je suis നമ്മുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ ആൻഡ് യു ഏത്തുവ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഏത്തുവ മീൻസ് ആൻഡ് യു എന്ന് ചോദിക്കുമ്പോഴാണ് ഡാനിയൽ എന്ത് പറയുന്നത്? ഐ ആം ഡാനിയൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഡാനിയൽ ചോദിക്കുകയാണ് കാതറിനോട് യു എ ഓംഗ്ലേ, ആർ യു ഇംഗ്ലീഷ്, ലൈക്ക് ഇൻ ദ സെൻസ് ഓഫ് നീ ഒരു ഇംഗ്ലീഷുകാരിയാണോ എന്ന് ചോദിക്കുകയാണ്.
ത്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ, ഓംഗ്ലേ മീൻസ് ഇംഗ്ലീഷ്. യു ആർ ഇംഗ്ലീഷ്, ലൈക് ഇൻ ദ സെൻസ് ഓഫ് നീ ഒരു ഇംഗ്ലീഷുകാരിയാണോ? അപ്പൊ കാതറിൻ തിരിച്ചു പറയാണ്, ഇവിടെ വന്നിരിക്കുന്നത് ഏത്ര എന്ന് പറയുന്ന ഒരു വെർബാണ് ഫ്രഞ്ചിലെ. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഗ്രീറ്റിംഗ്സ് ആണ്. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട നെക്സ്റ്റ് ടോപ്പിക് ആണ് ഏത്ര എന്ന് പറയുന്ന വെർബ്. സോ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ, അതൊരു ഏത്ര വെർബാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാതെ. ഓക്കെ, സോ കാതറിൻ പറയാണ് നോ. നോ കണ്ടോ, ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും നോയ്ക്ക് നോ എന്ന് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗിൽ എന്തുകൊണ്ട് വ്യത്യാസമുണ്ട്. ഫ്രഞ്ചിലെ നോയ്ക്ക് NON ആണ്, ഇംഗ്ലീഷില് NO ആണ്. ഈ NON നോ എന്ന് വായിക്കുന്നത് ഫ്രഞ്ചില് ON ഒരു വേർഡിന്റെ എൻഡിൽ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ഓയാ. അപ്പൊ എന്നിന് നാ സൗണ്ട്, ON ഒരു വേർഡിന്റെ എൻഡിൽ വന്നുകൊണ്ട് ഓ സൗണ്ട്. സോ ഇത് നോ എന്ന് വായിക്കും. ഓക്കെ, സോ നോ je suis français, ഞാൻ എന്താണ്, ഒരു ഫ്രഞ്ച് ആണ്, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരിയാണ്. je suis നമ്മൾ ഓൾറെഡി പറഞ്ഞ je suis മീൻസ് I am ഫ്രഞ്ച്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിക്ക് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതാണ് എ മീൻസ് ആൻഡ്. j'habite à Paris, j'habite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I live എവിടെയാണ്, അറ്റ് പാരീസ്. ഓക്കെ, I live at Paris. എന്നിട്ട് ചോദിക്കുവാണ് ഏത്തുവ. ഈ ഏത്തുവ എന്ന് ചോദിച്ചാൽ ഇപ്പൊ 3 വട്ടമായി ഇത് റിപ്പീറ്റേഷൻ വരുന്നു. ഏത്തുവ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ തന്നെ പറയാനായിട്ട് ശ്രമിച്ചു നോക്കിക്കേ. യെസ്, ആൻഡ് യു എന്ന് വെച്ചാൽ ഞാൻ ലീവ് ചെയ്യുന്നത് എവിടെയാണ്, പാരീസിലാണ്. അപ്പൊ നീയോ? അപ്പൊ പറയുക ഏത്തുവ ലൈക് ത്യു ആബിത് ഊ. ത്യു എന്ന് വെച്ചാലും ഞാനിപ്പോ കുറെ നേരമായിട്ട് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്ന. ത്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു, ആബിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്, ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചില് വേർ. സോ യു ലീവ് വേർ. ഓക്കെ, അപ്പം ഡാനിയൽ പറയുവാണ് മുവ. ഓക്കെ, മുവ j'habite à Nice. ഞാൻ ലീവ് ചെയ്യുന്ന എവിടെയാണ്, നീസിലാണ്. നീസ് എന്ന് പറഞ്ഞ ഒരു ഫ്രാൻസിലെ ഒരു സിറ്റിയാണ്. ത്യു എ ഓ വക്കോൻസ്, യു ആർ ഇൻ വെക്കേഷൻ. അപ്പം പാരീസിലാണോ എന്ന് ചോദിച്ചു, ഇവർ നീസിലാന്ന് പറഞ്ഞപ്പോ ഇവള് ചോദിക്കുവാണ്, അപ്പം ഡാനിയല് ചോദിക്കുവാണ് നീ വെക്കേഷനിലാണോ? ത്യു എ ഓ വക്കോൻസ്. വക്കോൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കോൻസ് മീൻസ് വെക്കേഷൻ. അപ്പൊ കാതറിൻ പറയാണ് വി മീൻസ് യെസ്. depuis un mois. depuis മീൻസ് സിൻസ്. ആന്ന് വെച്ച് കഴിഞ്ഞാൽ 1, mois മീൻസ് മന്ത്. സിൻസ് 1 month. ഓക്കെ, സോ ഡാനിയൽ എന്ത് പറയും, au revoir കാതറിൻ. au revoir എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ഗ്രീറ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് ഗുഡ് ബൈ. ഓക്കെ, au revoir കാതറിൻ. അപ്പം കാതറിൻ തിരിച്ചെന്ത് പറയും, au revoir ഡാനിയൽ. ഓക്കെ, സോ ഇൻഫോർമൽ രീതിയിൽ ഒരാളോട് എങ്ങനെ ഹൗ ആർ യു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വിഷ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ വന്നത്. എങ്ങനെയാണ്, സാല്യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ വിഷ് ചെയ്യാം ഇൻഫോർമൽ രീതിയിൽ. ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ ഹൗ ആർ യു എന്ന് ചോദിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചത്. ഇൻഫോർമൽ രീതിയിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതാണ് സാവ. ആൻസർ പറയുന്നതാണ് സാവാബിയ മെർസി. ഓക്കെ, അതിനുശേഷം ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ ഒരാളോട് പേര് ചോദിക്കാം, അതാണ് ത്യു താപ്പൽ കോമോ. സോ ഇൻഫോർമൽ രീതിയിൽ തന്നെ ആൻസർ പറയുന്നതാണ് ജമാപ്പൽ, നമ്മുടെ പേര് പറയാ, അല്ലെങ്കിൽ ജസ്വി നമ്മുടെ പേര് പറയാ. അതിനുശേഷം നമ്മൾ പഠിച്ച വേറൊരു എസ് നോ. എസ് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതാണ് വി. നോ എന്ന് പറയാൻ ഫ്രഞ്ചിൽ പറയുന്നതാണ് നോ. സ്പെല്ലിംഗ് നോട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പഠിക്കുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് au revoir. au revoir എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ. ഓക്കെ, സോ ഇതാണ് ഈ ഫസ്റ്റ് ലെസന്റെ ആദ്യത്തെ 2 പാരഗ്രാഫുകൾ എന്ന് പറയുന്നത്.